ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കുക എന്നതല്ല, പാടം മണ്ണിട്ട് നികത്തുക എന്നതായിരുന്നു ചിലരുടെ ലക്ഷ്യമെന്ന് കുമ്മനം രാജശേഖരൻ. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളത്തിന് അനുയോജ്യമായ സർക്കാർ ഭൂമിയുണ്ട്, അവിടെ വിമാനത്താവളം വരണം. ആറന്മുളയിൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഹെറിറ്റേജ് വില്ലേജാണ് തന്റെ സ്വപ്നമെന്നും പറഞ്ഞ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ശുഭപ്രതീക്ഷയും പങ്കുവച്ചു. വിധിയെഴുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വോട്ടെണ്ണൽ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ്. NDA BJP ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയിലെ സംബന്ധിച്ചിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്ത് തോന്നുന്നു? ശുഭപ്രതീക്ഷയാണ്. കാരണം ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷവും എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്ത് കഴിഞ്ഞു. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തകരുമായി സംവദിച്ചു, അവരുമായി ആശയവിനിമയം നടത്തി. അവർ നേരിട്ട പ്രശ്നങ്ങൾ, അവർ കൈവരിച്ച നേട്ടങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്തു. നല്ല പ്രതീക്ഷയാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകരെല്ലാം വളരെ സജീവമായിരുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദം ആളുകൾ, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് എനിക്ക് നൽകിയിരിക്കുന്ന ഒരു കരുത്ത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ പ്രചരണ സമയത്ത് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്? ചില പാവങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് കണ്ടതിൽ എനിക്ക് വളരെയേറെ വേദന തോന്നി. ഈ 2018 പ്രളയം തൂത്തെറിഞ്ഞൊരു സ്ഥലമാണിത്. അപ്പം ഏറ്റവും ഇലക്ഷൻ്റെ തലേ ദിവസം തന്നെ ആയിരുന്നു ഈ മനുഷ്യനിർമ്മിതമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിവാദമൊക്കെ ഉണ്ടായത്. അത് ഈ ഇലക്ഷനിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഈ ആറന്മുളയിലെ ജനങ്ങളാണ് വാസ്തവത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിൽ വളരെയേറെ കഷ്ടപ്പാടനുഭവിച്ചു. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളാണ്. പക്ഷേ ആ വിമാനത്താവളം പണിതിരുന്നുവെങ്കിൽ, ഈ പാടശേഖരം മുഴുവൻ മണ്ണിട്ട് നികത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട് ഞങ്ങളൊക്കെ ഒഴുകിപ്പോയാൻ. ഞങ്ങളാകെ ആശ്രയിച്ചത് ആറന്മുള ക്ഷേത്രമാണ്. ഞങ്ങൾ ഇന്നും ജീവനോടെ ഇവിടെയൊക്കെ കഴിയുന്നതിൻ്റെ കാരണം വാസ്തവത്തിൽ നിങ്ങളെപ്പോലുള്ളവർ അന്ന് ഈ വിമാനത്താവളം ഈ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ്. അത് തടഞ്ഞതുകൊണ്ടാണ് എന്ന് വളരെ വികാര നിർഭരരായി അവർ പറയുന്നത് എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. ഞാനൊരു വികസന വിരോധി എന്ന് കോൺഗ്രസ്സുകാർ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചു. കാരണം ഞാൻ എയർപോർട്ടിനെതിരായിട്ട് സംസാരിച്ചു എന്നാണ്. ഞാൻ എയർപോർട്ടിനെതിരായിട്ടല്ല സംസാരിച്ചത്. എയർപോർട്ട് വേണം, അത് നമ്മുടെ വികസന പ്രക്രിയയിൽ എയർപോർട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആറന്മുളയുടെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു എയർപോർട്ട് ആവശ്യമാണ്. മധ്യ തിരുവിതാംകൂറിൽ ആവശ്യമാണ്. അതിന് സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വ്യോമയാന വകുപ്പ് മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, സ്ഥലം കാണിച്ചു തന്നാൽ അതിന് നടപടി സ്വീകരിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും താല്പര്യം ഇവരാരും കാണിക്കുന്നില്ല. കോൺഗ്രസും കാണിക്കുന്നില്ല, CPM കാണിക്കുന്നില്ല. അടൂരിൽ പറഞ്ഞ ഈ സ്ഥലം കൊടുമണ്ണ്, അതായത് അവിടെ സർക്കാരിന്റെ ഭൂമിയാണ്, അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവിടെ പക്ഷേ പദ്ധതി വരാൻ ഉള്ള താമസമുണ്ടല്ലോ. ഞാൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി അതിൻ്റെ വയബിലിറ്റി റിപ്പോർട്ട് വേണം, ഫീസിബിലിറ്റി റിപ്പോർട്ട് വേണം, പല കാര്യങ്ങളുണ്ട്. അത് സംബന്ധിച്ചുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ കേരള ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള NOC ലഭിക്കും. ശബരിമലയായിട്ട് അടുത്തതാണ്, മറ്റേ മധ്യ തിരുവിതാംകൂറിലാണ്. ഈ തിരുവനന്തപുരം എറണാകുളം എയർപോർട്ടുകളുടെ മധ്യത്തിലാണ്. റോഡ് സൗകര്യങ്ങളുണ്ട്, നല്ല റോഡാണ്. ഇവിടുത്തെ പോലെ ഇടുങ്ങിയ റോഡുകളൊന്നുമല്ല, അവിടെ നല്ല റോഡുകളുണ്ട്. യുക്തമായ സ്ഥലമാണ്. എന്തുകൊണ്ട് ഇതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല? കോൺഗ്രസ്സുകാർക്ക് താല്പര്യം. ഇവിടെ വികസന വിരോധി എന്ന് പറഞ്ഞാൽ എന്നെ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആ എയർപോർട്ടിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ അവർക്ക് വേറെ ഗൂഢോദ്ദേശങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ആ വിമാനത്താവളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ മനസ്സിലെ ആശയം ആറന്മുള ഹെറിറ്റേജ് ഒരു പദ്ധതി, ഒരു ഗ്രാമം എന്നുള്ള നിലയ്ക്ക് പദ്ധതി മനസ്സിലുണ്ട്. പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള വിഷയമാണ്. ഇവിടെ വരേണ്ടത് ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റിയാണ്, അല്ലാതെ ഈ പാടം നികത്തി ഒരു വിമാനത്താവളമല്ല. ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി വരണം. വിമാനത്താവളത്തിന് പറ്റിയ സ്ഥലത്ത് വിമാനത്താവളം വരണം. അതുപോലെ ഇവിടെ ധാരാളം ആറന്മുള കണ്ണാടി, ആറന്മുള പള്ളിയോടം, ആറന്മുള വള്ളസദ്യ എന്നൊക്കെ പറയുന്നതിനെ ഒരു അന്തർദേശീയ മാനം കൈവരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന വലിയൊരു കേന്ദ്രമായി മാറും. അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമായി കഴിഞ്ഞാൽ നിരവധി ആൾക്ക് തൊഴിൽ കിട്ടും. ഇവിടെയുള്ള ജനങ്ങൾക്ക് എത്രയോ ആയിരക്കണക്കിന് ആൾക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന് ശുഭപ്രതീക്ഷയാണുള്ളത്. ആറന്മുളയിൽ ഒരു ഹെറിറ്റേജ് വില്ലേജ് തുടങ്ങുക എന്നതടക്കമുള്ള പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതല്ല, ഈ മറക്കാനാവാത്ത അനുഭവമായി അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി തന്നെയാണ്. ക്യാമറമാൻ രതീഷ് വിശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.